20 സെന്റ് ഭൂമിയും ചെറിയ കൃഷിയൊക്കെ വേറെ ഉണ്ട്. ഒറ്റ മോളല്ലേ ഒക്കെ ഒക്കെ തന്നെ. പിന്നെ കോഴി, ആട്, താറാവ് ഇതിന്റെ ഒക്കെ വരുമാനം അതും. അമ്മച്ചേ, ഇത് നമ്മളെ ശ്രീധരേട്ടന്റെ മോളെ കാണാൻ വന്ന ആൾക്കാരാ. എടീ, നിനക്ക് ആളെ ബോധിച്ചോ? ആ പോക്കിന്റെ അർത്ഥം തന്നെ എത്രയും പെട്ടെന്ന് നടത്തിയാ മതി എന്നല്ലേ? അമ്മച്ചി, ഇങ്ങോട്ട് പോര്. ഞാൻ മാടൂനൊന്ന് കണ്ടേച്ചും വരാം. അതെ സഖാവേ, ശ്രീധരൻ കുറവാന്ന് കമ്മീഷൻ കുറയില്ലട്ടോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്റെയും സഖാവിന്റെയും കല്യാണം നടത്തിയ പോലെ എടുത്തോ പിടിച്ചോ നടത്താൻ പറ്റില്ല. കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് കുറി ഒന്ന് കിട്ടണം. അതൊക്കെ കിട്ടുന്ന്. എടുത്തോ പിടിച്ചോന്നാണ് നടത്തുന്ന കല്യാണമാണ് കല്യാണം. അല്ലാതെ ഇവനെ പോലെ ലോകം മുഴുവൻ പെണ്ണും കണ്ടു കിടന്നാൽ അവസാനം കെട്ടാൻ നേരത്തെ അങ്ങോട്ട് എടുക്കാനാവും. അല്ല, ഒന്നുമില്ല, ഞാൻ അവരെ വഴിയിൽ എടുത്തില്ല. ഹലോ, അപ്പൻ ചോദിച്ച കള്ള് കൊടുക്കരുതെന്ന് നീ ആ ചെത്തുകാരൻ പരമനോട് പറഞ്ഞ? പൂവ് പറഞ്ഞു. ചാരായം കൊടുക്കരുതെന്ന് വാറ്റുകാരൻ ചന്ദ്രനോട് പറഞ്ഞല്ലോ. നീ എന്നെ അങ്ങനെ തോൽപ്പിക്കാന്ന് വിചാരിക്കണ്ട. ഒന്ന് പോവപ്പാ. ഇനി കിനാശ്ശേരി പഞ്ചായത്തിന് അപ്പുറം ഒരു തുള്ളി പോലും കിട്ടില്ല. അല്ലെങ്കിൽ ഓർമ്മയുണ്ടല്ലോ, ധ്യാന കേന്ദ്രം, മുട്ടുമ നിർത്തി പ്രാർത്ഥന, ചൂടുവെള്ളം, ഉപദേശം. ദുഷ്ട, നിനക്ക് ഞാൻ വെച്ചണ്ടാ ദ്രോഹി. എങ്ങടേ പോണത്? എനിക്ക് ഇഷ്ടമുള്ളടത്തേക്ക് ഞാൻ പോവും. നീ വരണ? അന്നം മുടക്കിന്ന് കേട്ടിട്ടുണ്ട്, കള്ളു മുടക്കിന്ന് ആദ്യമായിട്ടാ കേക്കണേ. അമ്മച്ചി, ഇതെന്താലോചിച്ചോണ്ടാ ഈ ഇരിപ്പിരിക്കണത്? ഒന്നുമില്ലടാ. അമ്മച്ചി എണീച്ചേ, ഇങ്ങ് വാ. അമ്മച്ചി, അമ്മച്ചി, ഈ ഇരിപ്പ അമ്മച്ചിക്ക് തീരെ ചേരാത്തത്. സന്തോഷായിട്ടിരിക്കുമ്പോ അമ്മച്ചിയെ കാണാൻ എത്ര സുന്ദരിയാണെന്നറിയോ? പോടാ ചെറുക്ക, ഞാൻ ഓരോന്നൊക്കെ ഇങ്ങനെ ഓർക്കുമായിരുന്നു. മാത്തുട്ടിച്ചായന്റെ ഒപ്പം വാഗത്താനത്തൊന്നും രാത്രിക്ക് രാത്രി ആ ലോറി കയറി പോരുമ്പോ എങ്ങോട്ടാ പോന്നെന്നോ എവിടെ ചെന്നെത്തുന്നോ വല്ലതും അറിയാവോ? വെട്ടെന്നും കൊല്ലുന്നൊക്കെ പറഞ്ഞ് അപ്പനും ആങ്ങളമാരും നടക്കുമല്ലയോ? അന്നെനിക്ക് 17 വയസ്സാ. കിനാശ്ശേരി വരുമ്പോ ഞങ്ങളുടെ അടുത്ത് എന്നാ ഉണ്ടായിരുന്നേ? കുഞ്ഞിമറിയാൻ കുറച്ച് മരച്ചീനിയുടെ തണ്ട് തന്നത് നട്ടുണ്ടാക്കി. മരച്ചീനിയും ഉണക്കമീനും അല്ലേ കഞ്ഞി വെക്കും. വേറെ അടുക്കളപ്പണി ഒന്നുമില്ല. എന്നാലും വയലിലെ പണിക്ക് പോകാൻ ഇച്ചായൻ വിടുകയില്ല. കുഞ്ഞുമറിയത്തിന്റെ ചീത്ത വിളി കേൾക്കാൻ മേലാഞ്ഞിട്ടാ പിന്നെ വിട്ടത്. എന്റെ ഉടുപ്പേല് വയലിൽ ചെളി കാണുമ്പോ മാത്തൂട്ടിച്ചാൻ അങ്ങ് സങ്കടാ. അപ്പോഴൊക്കെ പറയും, നിന്റെ അപ്പൻ കെട്ടിച്ചു വിട്ടവരെക്കാളൊക്കെ വലിയ നിലയില് എന്റെ കൊച്ചുത്രേശ കൊച്ചിനെ ഞാൻ വാഴിക്കുമെന്ന്. ആ വാശിയിലാ കൊമ്പനെക്കാട്ട് വീടും 100 ഏക്കറ പറമ്പും ഒക്കെ ഉണ്ടായേ. ഒന്നിലും ഒരു കുറവും വെച്ചിട്ടില്ല. ആഗ്രഹിച്ചതൊക്കെ സാധിച്ചു തന്നു, ഒന്നൊഴികെ. വാഗത്താനത്തോട്ട് ഒരിക്കൽ കൂടി പോണമെന്നുണ്ടായിരുന്നു എനിക്ക്. എന്നൊക്കെ ആണേലും ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നതല്ലയോ. വയസ്സാവുമ്പോ അവിടെ ഞങ്ങൾ ആരും തിരിച്ചറിയാത്ത കാലത്ത് ഒരിക്കൽ കൊണ്ടുപോവാന്നായിരുന്നു മാത്തൂട്ടിച്ചായൻ പറഞ്ഞ്. അതിനു മുമ്പ് ഇച്ചായനങ്ങ് പോയില്ലയോ? അതിനിയും പോവല്ലോ. അമ്മച്ചിയെ വാഗത്താനത്തേക്ക് കൊണ്ടുപോകാനല്ലേ നല്ല തണ്ടും തടിയുള്ള 3 ആമക്കളെ മാത്തക്കുട്ടിച്ചാൻ തന്നേച്ചു പോയത്. ഓ, അവർക്കൊക്കെ തിരക്കല്ലയോ. പറഞ്ഞിട്ട് അവര് കൊണ്ടുപോയില്ലേ മാത്തൂട്ടിച്ചായനെ സഹിക്കയില്ല. അതുകൊണ്ട് അവരോട് ഈ വകയൊന്നും ഞാൻ പറയത്തുമില്ല, ചോദിക്കത്തുമില്ല. ഇനിയിപ്പൊ അങ്ങനെ വലിയ ആശയൊന്നുമില്ല. കർത്താവ് വിളിക്കാന്നേ അങ്ങ് പോവായിരുന്നു. എങ്ങനെ കർത്താവ് വിളിച്ച അമ്മച്ചി അങ്ങ് പോവോ? ദേ, എന്റെ സമ്മതം ഇല്ലാതെ അങ്ങനെ മരിച്ചാണ്ടല്ലോ കൊന്നുകളയും ഞാൻ. ഇനി കർത്താവ് വിളിക്കാണെങ്കിൽ പറഞ്ഞേക്കണം, റെജിയോട് ചോദിക്കാതെ വരാനൊക്കെയല്ലെന്ന്. ഞാൻ എന്റെ ഒരു ആശ പറഞ്ഞ അമ്മച്ചി കേൾക്കുവോ? എന്നതാടാ? കേൾക്കുമെന്ന് പറ, എന്നാലേ ഞാൻ പറയുള്ളൂ. ശരി, കേക്കാം. അമ്മച്ചി ജനിച്ചു വളർന്ന നാട് എനിക്കൊന്ന് കാണണം. അമ്മച്ചി പോയിരുന്ന വാഗത്താനത്ത് ആ പള്ളി, പഠിച്ചിരുന്ന സ്കൂള് എല്ലാം. അമ്മച്ചി വരൂ എന്റെ കൂടെ. വെളുപ്പിനെ പോയ ഇരുട്ടുന്നതിന് മുമ്പ് തിരിച്ച് കൊമ്പനെക്കാട്ട് എത്തിച്ചേക്കാം, അതുപോലെ. ദേ, എന്റെ ആശയ കേൾക്കാൻ അമ്മച്ചി വാക്ക് പറഞ്ഞതാ. ഇനി പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഏലിയമ്മേ, ഏലിയമ്മേ. അല്ല, ഇത് എങ്ങോട്ടായി കൊച്ചുകൊടുപ്പാൻ കാലത്ത്? അത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ,
അക്കാമാരെ പേരക്കൊച്ചിന്റെ മാമോദിസയുടെ കാര്യം. കൊമ്പമ്പറമ്പത്തുനിന്ന് എല്ലാരും കൂടി ഒരു വണ്ടി പിടിച്ചങ്ങ് പോവാ. പിള്ളേരെ എഴുന്നേൽക്കുമ്പോ നീ അങ്ങ് പറഞ്ഞേരെ. ആഹാ, ഗൗരി ഉണ്ടോ? വാഗത്താനം വരെ കാശ് കൊടുക്കാതെ കിട്ടുന്ന യാത്രയല്ലേ അമ്മച്ചി, അതവള് വെറുതെ കളയോ? മാത്രമല്ല ഒരു ചാക്ക് ചേന, കുറച്ച് ചേമ്പ്, കൂർക്ക ഇതൊക്കെ ചാക്കിലാക്കി പുറകിലിട്ടിരിക്കുക. ഒത്താവിടത്തെ ചന്തയിൽ വിൽക്കാലോ. അത് വെറുതെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അമ്മച്ചി. നന്നായി. ഏതാ വണ്ടി? ഇതെന്റെ സ്വന്തം ചങ്ങായി മൊയ്തുവിന്റെ കടം മേടിച്ചതാ. അപ്പോ അമ്മച്ചിയുടെ നാട്. ഒത്തിരി മാറിപ്പോയി. അന്നൊക്കെ ഞങ്ങള് കൂട്ടുകാരെല്ലാം കൂടെ അലക്കും കുളിയും മത്സരിച്ച് നീന്തലുമായിട്ട് ആ കടവത്ത് തന്നെയായിരുന്നു. അമ്മച്ചി ജനിച്ചു വളർന്ന വീട്, പിച്ച വെച്ച് നടന്ന മുറ്റം. ജാനകിയും ഞാനും ആയിരുന്നു കൂട്ട്. ഒരേ ബെഞ്ചിലിരിക്കൂ, ഒരുമിച്ചേ എവിടെയും പോത്തുള്ളൂ. അമ്മച്ചിയുടെ ആ കൂട്ടുകാരിയെ നമുക്കൊന്ന് തിരക്കി നോക്കിയാലോ? വെറുതെ. ഏയ്, നമ്മൾ ആരെയും കാണുന്നില്ല, നമ്മൾ ആരും തിരിച്ചറിയുന്നുമില്ല. അങ്ങനെയല്ലേ അമ്മച്ചി? ആ, ഞങ്ങളുടെ പള്ളിയാ. എന്റെ മാമോദീസ നടന്നതും ഞാൻ ആദ്യ കുർബാന കൈക്കൊണ്ടതും എല്ലാം ഈ പള്ളിയിൽ വെച്ചാ. എന്താ അമ്മച്ചി? 52 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ പടികെട്ടിൽ വെച്ച മാത്തുട്ടിച്ചാൻ ആദ്യമായിട്ട് എന്നെ ഇഷ്ടവാന്ന് പറഞ്ഞത്. കൊച്ചു ത്രേസ്യ കൊച്ചേ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഞാൻ വിളിച്ചാൽ നീ എന്റെ കൂടെ ഇറങ്ങി വരുമോ? ഈ ചായം വിളിച്ച ഏത് കാട്ടിലേക്കായാലും കടലിലേക്കായാലും ഞാൻ ഇറങ്ങി വരും. നേരെ ഒരുപാടായില്ലേ, ചെന്ന് വിളിച്ചാലോ? സ്വന്തം അപ്പന്റെ അമ്മയുടെ കല്ലറയല്ലേ, അമ്മച്ചി വിശേഷങ്ങളെല്ലാം പറഞ്ഞു തരട്ടെ. ഇനി ഒരിക്കൽ കൂടി നമ്മളിങ്ങോട്ട് വരില്ലല്ലോ. അമ്മച്ചി. എന്താ അമ്മച്ചി? ഒന്നുമില്ല, ഒന്നുമില്ല. അപ്പച്ചനും അമ്മച്ചിയും അവരെന്റെ തെറ്റുകളെല്ലാം പുറത്ത് എനിക്ക് മാപ്പ് തന്നേക്കുവാ. അതാ. അമ്മച്ചി വാ. ഒന്നെനിക്ക് മനസ്സിലായടാ, ഞാൻ എൻ്റെ മക്കളെ പറ്റി കുറ്റം വിചാരിക്കുന്നതൊക്കെ വെറുതെയാ. അവരിപ്പൊ കാണിക്കുന്ന സ്നേഹം പോലും ഞാൻ അർഹിക്കാത്തതാ. മാത്തുട്ടിച്ചാൻ്റെ കൂടെ പോന്ന പിന്നെ ഞാൻ എൻ്റെ അമ്മച്ചിയും അപ്പച്ചനെയും കുറിച്ച് ആലോചിച്ചിട്ടില്ല. അവരാശിച്ച പോലെ ഞാൻ ഒരിക്കലും അവരെ സ്നേഹിച്ചിട്ടില്ല. നമ്മുടെ അപ്പനമ്മമാരെ നമ്മൾ എങ്ങനെ സ്നേഹിക്കുന്നോ അതാ മക്കൾ നമുക്ക് തിരിച്ചു തരുന്നേ.
അമ്മച്ചി അമ്മച്ചി വീടെത്തി അമ്മച്ചി. നേരം ഒത്തിരി ആയല്ലോടാ. വെളുക്കാറായി. ആ ആരും ഉറങ്ങിയില്ലയോ? അമ്മച്ചി ഉറക്കച്ചടവില്ല, നോക്കണം. വണ്ടി വഴിക്ക് കേടായി, അതുകൊണ്ടാ. എന്നാ നീ പോയിക്കോ. ഓ